മകളെ നമസ്കാരം. നമ്മൾ നെക്സ്റ്റ് ഈ ഇംപ്രോപ്പർ ഇൻ്റഗ്രലിൻ്റെ ടൈപ്പ് പഠിച്ചതിന് ശേഷം പഠിക്കാൻ പോകുന്നത് കോഷി പ്രിൻസിപ്പൽ വാല്യൂ ആണ്. അപ്പോൾ കോഷി പ്രിൻസിപ്പൽ വാല്യൂ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്ന രീതിയിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. സാധാരണ -∞ ടു ഇൻഫിനിറ്റിയുടെ കേസിലാവുമ്പോൾ നമ്മൾ ഈ -∞ വേണ്ടി a എന്ന ലിമിറ്റും അതുപോലെ ഇൻഫിനിറ്റിക്ക് വേണ്ടി ബിയുമാണ് അപ്ലൈ ചെയ്യാറ്. ഇപ്പോൾ ഇവിടെ കോഷി പ്രിൻസിപ്പൽ വാല്യൂ ആദ്യത്തെ കേസിൽ -∞ ടു ഇൻഫിനിറ്റി f of x. അപ്പോൾ f of x ഇവിടെ കണ്ടിന്യൂസ് ആവുന്ന കേസിൽ, അതായത് വെൽ ഡിഫൈൻഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇടയിലുള്ള പോയിൻറ്റ്സിലൊന്നും അത് ഡിഫൈൻ ചെയ്യാതെ 1/0 എന്നുള്ള ഫോമായിട്ടൊന്നും വരില്ല. ഓക്കെ, അങ്ങനെയുള്ള കേസിലാണെങ്കിൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ -r to r f of x dx, അതായത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും സെയിം വാല്യൂ കൊടുത്തുകൊണ്ട് തന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ടൈപ്പ് കോഷി പ്രിൻസിപ്പൽ വാല്യൂ കാണുന്ന രീതി. ഇനി അത് സെക്കൻഡ് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ a to b f of x dx, അതായത് ഇവിടെ എയും ബിയും ഫൈനൈറ്റ് നമ്പേഴ്സാണ് എന്ന് കരുതുക. അപ്പോൾ 0 to 2 അങ്ങനെ എന്തെങ്കിലും ആണെന്ന് കരുതുക. അപ്പോൾ ഈ കേസിൽ എഫ് ഓഫ് എക്സ് ഈ എയുടെയും ബിയുടെയും ഇടയിൽ വരുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് പോയിന്റിൽ അല്ലെങ്കിൽ ഒരു ഇൻറ്റീരിയർ പോയിന്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ അൺബൗണ്ടഡ് ആവുക. ഇപ്പോൾ 1/x എന്നാണ് കൊടുത്തിരിക്കുക. അപ്പോൾ -1 to 1 ആണെങ്കിൽ 0 എന്ന പോയിന്റിൽ ഡിഫൈൻഡ് അല്ലാതെ കിട്ടും. അത്തരം കേസിൽ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 ഇൻ്റഗ്രൽ a to c മൈനസ് എപ്സിലോൺ. ഇപ്പോൾ c എന്ന് പറഞ്ഞാൽ 0 ആണെങ്കിൽ 0 മൈനസ് എപ്സിലോൺ പറഞ്ഞാൽ 0യുടെ തൊട്ട് മുന്നേ എഫ് ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ c പ്ലസ് എപ്സിലോൺ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ആണ് കരുതുക, a -1ഉം b 1ഉം ആണ് കരുതുകയാണെങ്കിൽ നമ്മൾ ആദ്യം അതിനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യും. a to 0യും 0 to b ആയിട്ട് മാറ്റുന്ന കേസിൽ എന്ത് സംഭവിക്കും നോക്കുന്നു. അതിനുശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻസ് ടു 0 ഇൻ്റഗ്രൽ -1 to 0 മൈനസ് എപ്സിലോൺ എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതായത് 1/x ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ c പ്ലസ് എപ്സിലോൺ എന്ന് പറഞ്ഞാൽ ഇവിടെ 0 പ്ലസ് എപ്സിലോൺ ബി എഫ് ഓഫ് എക്സ് ഡി എക്സ്, അതായത് 1/x ഡി എക്സ് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതൊരു സ്പെഷ്യൽ കേസാണ്. എയും ബിയും ഫൈനൈറ്റ് ആണ്. ഇവിടെ ഇൻ്റർമീഡിയറ്റ് പോയിന്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ അൺബൗണ്ടഡ് ആവുക. ഇനി തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് ലിമിറ്റ് ഓഫ് ദി ഇൻ്റഗ്രേഷൻ, അതായത് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തന്നെ -∞ പ്ലസ് ഇൻഫിനിറ്റി ആവുകയും തൊട്ട് മുന്നിലെ കേസ്, അതായത് ഈ ഡെഫിനിഷൻ 2ൽ പറയുന്ന കേസിൽ ഇൻ്റർമീഡിയറ്റ് പോയിന്റിൽ എവിടെയെങ്കിലും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ വരിക. അപ്പോൾ -∞ ടു ഇൻഫിനിറ്റി 1/x ഡി എക്സ് ആണെങ്കിൽ നമുക്കറിയാം 0ൽ ഡിഫൈൻഡ് അല്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ രണ്ട് ടൈപ്പ് ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ടി വരുന്നു. ഒന്ന് അപ്പർ ലിമിറ്റിനും ലോവർ ലിമിറ്റിനും വേണ്ടി വരും. ഈ ഇൻ്റർമീഡിയറ്റ് പോയിൻ്റ് ആയതുകൊണ്ട് ഇൻ്റഗ്രേഷനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ 1/x ഡി എക്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ -∞ ടു 0 മൈനസ് എപ്സിലോൺ 1/x ഡി എക്സ് പ്ലസ് 0 പ്ലസ് എപ്സിലോൺ ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആക്കി മാറ്റും. ഇനി ഇൻഫിനിറ്റിയുടെ കേസിൽ r ടെൻസ് ടു ഇൻഫിനിറ്റി കൂടി ലിമിറ്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ അറ്റ് എ ടൈമിൽ രണ്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക, അതായത് ഇൻ്റഗ്രേഷൻ ലിമിറ്റിനും അപ്ലൈ ചെയ്യണം, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് പോയിന്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റാതിരിക്കുന്ന കേസിലും കൂടി അപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി ഡെഫിനിഷൻ 4 എന്ന് പറയുന്നത് എൻ പോയിൻറ്റുകളിൽ ഇഷ്യൂ വരുന്ന കേസാണ്. അതായത് എയിലും ബിയിലും ഡിഫൈൻ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഇൻ്റഗ്രൽ 0 to 1 1/x ഇൻറ്റു എക്സ് മൈനസ് 1 ആണെന്ന് കരുതുക. അപ്പോൾ x ഈക്വൽ ടു 0യിലും x ഈക്വൽ ടു 1ലും ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ലാതെ വരികയാണെങ്കിൽ ആ കേസിൽ നമ്മൾ 1നേക്കാൾ കുറവെടുക്കുക, അതായത് 0 പ്ലസ് എപ്സിലോണും അതുപോലെ 1 മൈനസ് എപ്സിലോൺ 1നേക്കാൾ കുറവും. അതേ ഓപ്പൺ ഇൻ്റർവൽ 0 അപ്ലൈ ചെയ്യുന്നതിന് പകരം, അല്ലെങ്കിൽ ക്ലോസ് ഇൻ്റർവൽ 0 അപ്ലൈ ചെയ്യുന്നതിന് പകരം 0യ്ക്ക് ശേഷമുള്ള കേസും അതുപോലെ 1ന് തൊട്ട് മുന്നിലും എടുക്കണം. ഓക്കെ, അങ്ങനെ ഈ 4 കേസുകൾ, ഈ 4 ഫോർമുല നിങ്ങൾ പഠിച്ചു വെക്കണം. സിറ്റുവേഷനാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഇവിടെ എൻ പോയിൻറ്റ്സിലാണ് ഇഷ്യൂസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ ലിമിറ്റ് -∞ പ്ലസ് ഇൻഫിനിറ്റി വരുന്നത്. സെക്കൻഡ് കേസിൽ ഇൻ്റർമീഡിയറ്റ് പോയിന്റിൽ ഇഷ്യൂ വരിക, പക്ഷേ ലിമിറ്റ് ഫൈനൈറ്റ് ആവുന്ന കേസ്. തേർഡ് കേസിൽ ലിമിറ്റ് അതായത് ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റുകൾ ഇൻഫിനിറ്റി വരുന്നു, അതുപോലെ തന്നെ ഇൻ്റർമീഡിയറ്റ് പോയിന്റിലും ഇഷ്യൂ വരുന്നു. അറ്റ് എ ടൈമിൽ 1ഉം 2ഉം കൂടി വർക്ക് ചെയ്യുന്നതാണ് 3 എന്ന് പറയുന്നത്. 4ൻ്റെ കേസ് ഇൻ്റർമീഡിയറ്റ് പോയിന്റിന് പകരം എൻ പോയിൻറ്റ്സിൽ വർക്ക് ആവുന്ന കാര്യമാണ്. അത് ഫൈനൈറ്റ് പോയിൻറ്റ്സിലാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും പ്രോബ്ലംസ് ഉണ്ട്. ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. ഇൻ്റഗ്രൽ -∞ ടു ഇൻഫിനിറ്റി എക്സ് ഡി എക്സ്. ഇവിടെ എക്സ് എല്ലാ പോയിൻറ്റ്സിലും ഡിഫൈൻഡ് ആണ്, കുഴപ്പമൊന്നുമില്ല, കണ്ടിന്യൂസ് ആണ് എക്സ്, അപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ കോഷി പ്രിൻസിപ്പൽ വാല്യൂ കാണുന്നതും ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കാണുന്നതും രണ്ട് രീതിയിലാണ്. ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ ഡയറക്റ്റ് മെത്തേഡ് കാണുകയാണെങ്കിൽ നമ്മൾ ചെയ്യുക a to -∞ b to ഇൻഫിനിറ്റിയും വേണ്ടി ഇത് രണ്ട് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ഇവിടെ അറ്റ് എ ടൈമിൽ 1 ലിമിറ്റ് r ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ -r to r x dx കൊടുത്തു. ഇനി എക്സിൻ്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ x²/2 ആണ്. അതിൽ വേണ്ടിയിട്ട് r to r വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ വർക്ക് ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിനകത്ത്
ലിമിറ്റ് ആർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ പറ്റുക r² - r² കിട്ടുന്നു. രണ്ടും സെയിം ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോയി 0 കിട്ടി. ലിമിറ്റ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, വാല്യൂ 0 ആയി പോകും. ഇതുപോലെ തന്നെയാണ് അടുത്ത് -∞ to x² dx. പ്രത്യേകം കൂടെ ശ്രദ്ധിക്കുക, -∞ to x dxനെ ഇംപ്രോപ്പർ ഇൻ്റഗ്രൽ കാണുകയായിരുന്നെങ്കിൽ നമുക്ക് അത് ഇൻഫിനിറ്റി കിട്ടില്ല, ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യില്ലായിരുന്നു. പക്ഷേ ഈ കോഷി പ്രിൻസിപ്പൽ വാല്യൂ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ലിമിറ്റ് ഇല്ലെങ്കിൽ പോലും കോഷി പ്രിൻസിപ്പൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്തേക്കാം. അടുത്ത കേസും ഇതേപോലുള്ള x² അപ്ലൈ ചെയ്യുന്ന കേസാണ്. അപ്പോൾ x³ എന്നുള്ള ഇൻ്റഗ്രൽ വാല്യൂ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ വീണ്ടും നമുക്കിവിടെ ലിമിറ്റ് r → ∞, അപ്പോൾ r³ -r³ കിട്ടും. അപ്പോൾ +r³ ആകുമ്പോൾ 2r³ എന്ന് വരും. അപ്പോൾ രണ്ട് കേസിലും ചെറിയൊരു വ്യത്യാസം വരുന്നത് അവിടെ ഈ -r² r² സെയിം വാല്യൂ ആയതുകൊണ്ടാണ് മൈനസ് ചെയ്ത് പോയത്. ഇവിടെ അങ്ങനെ പോകുന്നില്ല. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി കിട്ടും. അപ്പോൾ ഇത് കൺവേർജൻ്റ് അല്ല. അപ്പോൾ x dx കൺവേർജൻ്റ് ആയിട്ട് x² dx കൺവേർജൻ്റ് ആവുന്നില്ല. അപ്പോൾ ഇത് ആദ്യത്തെ ഡെഫിനേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി അടുത്തത് നോക്കാം, -1 to 1 dx/x. അപ്പോൾ x = 0 പ്രശ്നമുണ്ട്, ഡിഫൈൻഡ് അല്ല. അപ്പോൾ എയുടെ വാല്യൂ -1, ബിയുടെ വാല്യൂ 1, c 0. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് വേണം എഴുതാൻ. അപ്പോൾ കോഷി പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത് -1 to 1 dx/x ലിമിറ്റ് എപ്സിലോൺ ടെൻഡ്സ് ടു 0, -1 മുതൽ 0 - എപ്സിലോൺ dx/x സ്പ്ലിറ്റ് ചെയ്ത് എഴുതി, പ്ലസ് ഇൻ്റഗ്രൽ 0 + എപ്സിലോൺ 1 to 1 dx/x കൊടുക്കും. രണ്ടും സെപ്പറേറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ 1/x ഇൻ്റഗ്രൽ പറഞ്ഞാൽ ലോഗ് മോഡ് x ആണ്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മൈനസ് ചെയ്യേണ്ടതെല്ലാം മൈനസ് ചെയ്യുക. അപ്പോൾ ലോഗ് മോഡ് -എപ്സിലോൺ പറഞ്ഞു കഴിഞ്ഞാൽ ലോഗ് മോഡ് എപ്സിലോണും സെയിം ആണ് നമുക്കറിയാം, അല്ലെങ്കിൽ അത് രണ്ടും കട്ട് ചെയ്ത് പോകും. അതുപോലെ ലോഗ് 1 കട്ട് ചെയ്ത് പോയി, വാല്യൂ 0 ആയി പോയി. അപ്പോൾ ആ ഇൻ്റഗ്രൽ കോഷി പ്രിൻസിപ്പൽ വാല്യൂ 0 ആണ് കിട്ടുന്നത്. ഇനി -2 to 3 dx/x. അപ്പോൾ ഈ കേസ് എടുത്തതുകൊണ്ട് ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ആകുമ്പോൾ -2 to 3 എന്ന് പറയുന്നത് 0യുടെ കേസിൽ മാത്രം, -2 ഇത് തൊട്ടുമില്ല അതേ സ്പ്ലിറ്റിംഗ് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. പക്ഷേ ലിമിറ്റിലുള്ള ചെറിയൊരു വ്യത്യാസമുണ്ട്. ഒന്ന് log 2ഉം ഒന്ന് log 3 ആണ് കിട്ടുന്നത്. അപ്പോൾ ലിമിറ്റ് എപ്സിലോൺ ടെൻഡ്സ് ടു 0 log 3/2 ആണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ എപ്സിലോൺ കൊടുക്കുന്ന അവിടെ വേരി ചെയ്യാത്തതുകൊണ്ട് വാല്യൂ log 3/2 കിട്ടും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലത്തിൽ വരുന്നത് രണ്ടും അറ്റ് എ ടൈമിൽ വരുന്നത്. അതായത് ഇവിടുത്തെ തേർഡ് കേസ് ഡെഫിനേഷൻ 1ഉം 2ഉം വർക്ക് ചെയ്യുക. അതായത് ലിമിറ്റും അതായത് ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റ് ഇൻഫിനിറ്റിയും വരുന്നത് പോലെ തന്നെ ഫംഗ്ഷൻ ഇൻ്റർമീഡിയറ്റ് പോയിൻറ്റിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റാതിരിക്കുക. അതായത് 1/x x = 0 വർക്ക് ആവില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ട് ലിമിറ്റും കൊടുക്കുന്നു, r എന്നുള്ള കേസും എപ്സിലോൺ കൊടുക്കുന്നു, സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഇതേ വർക്ക് തന്നെയാണ് നടക്കുന്നത്. ലോഗ് മോഡ് x തന്നെയാണ് അവിടെ വരുന്നത്. ക്യാൻസൽ ചെയ്ത് പോയി 0 കിട്ടി. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അറ്റ് എ ടൈമിൽ 2 വന്നതുകൊണ്ട്. ഇനി അടുത്തത് -2 to 3 dx/x - 1 whole cube. ഇതും ഇൻ്റർമീഡിയറ്റ് ആണ്. x = 1 ഇവിടെ ഇഷ്യൂ വരുന്നത് അല്ലേ. x = 1 കൊടുക്കുമ്പോൾ മാത്രം. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് പോയിന്റിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുക. സ്പ്ലിറ്റ് ചെയ്ത് വർക്ക് കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് ഫൈനലായിട്ട് ഇവിടെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടതാണ് ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഫൈനലി ഇവിടെ 1/4 - 1/9 പ്ലസ് 2 - 2 ആണ്. അത് 1/4 തന്നെ വരും. അപ്പോൾ 2/4 അതായത് 1/2 - 1/9 കിട്ടും. ഒരു -1/2 പുറത്തുണ്ട്. അത് ഫൈനൽ ആൻസറിലേക്ക് എത്തിക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഫിനിഷ് ആയിട്ടില്ല, അത് നിങ്ങൾ ഫിനിഷ് ചെയ്യണം. പിന്നെ അടുത്ത കോഷി പ്രിൻസിപ്പൽ വാല്യൂ പറഞ്ഞു -∞ to dx/x³ + 1. അപ്പോൾ 1/x³ + 1 ഇവിടെ എക്സിൻ്റെ -1 എന്ന വാല്യൂ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? -1 + 1 0 വരും. അപ്പോൾ ഇവിടെ -1 വരുമ്പോഴാണ് ഇവിടെ ഒരു ഇഷ്യൂ നമുക്ക് വരുന്നത്. അപ്പോൾ ലിമിറ്റ് x³ അല്ല കേട്ടോ, സോറി, ഇത് x² ആണ്. അപ്പോൾ x² ആകുമ്പോൾ പ്രശ്നം വരുന്നില്ല. അപ്പോൾ 1/x² + 1 എല്ലായ്പ്പോഴും ഡിഫൈൻഡ് ആണ്. അപ്പോൾ ഇവിടെ -∞ +∞ മാത്രമേ പ്രശ്നമുള്ളൂ, ഫംഗ്ഷൻ വെൽ ഡിഫൈൻഡ് ആവുന്നതുകൊണ്ട്. അപ്പോൾ 1/x² + 1 ആണ് tan ഇൻവേഴ്സ് ഓഫ് x ആണ് നമുക്കറിയാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. tan ഇൻവേഴ്സ് ഓഫ് r - tan ഇൻവേഴ്സ് ഓഫ് -r പറഞ്ഞു കഴിഞ്ഞാൽ 2 times tan ഇൻവേഴ്സ് ഓഫ് r ആയി മാറും. കാരണം മൈനസും പ്ലസ് ആയി പോകുന്നതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 2π/2 എന്ന് കിട്ടും, ദാറ്റ് ഈസ് π എന്ന് കിട്ടും. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് പഠിക്കുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ടെസ്റ്റുകളാണ് നമുക്ക് പറയാനുള്ളത്. അതായത് പ്രധാനപ്പെട്ട കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ സീക്വൻസിൽ പഠിച്ചിട്ടുണ്ട്, അല്ല സീരീസിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പം x(n > y(n) ആണ്, 0 > x(n > y(n) ആണെങ്കിൽ σyn വലുതിൻ്റെ സീരീസ് കൺവേർജൻ്റ് ആണെങ്കിൽ ചെറുതിൻ്റെ സീരീസും കൺവേർജൻ്റ് ആണെന്ന് പറയുന്നത്. അതുപോലെ ചെറുതിൻ്റെ സീരീസ് ഡൈവേർജൻ്റ് ആണെങ്കിൽ വലുതിൻ്റെ സീരീസ് ഡൈവേർജൻ്റ് ആവുന്നത്. അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഇവിടെ രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ട് fg വെൽ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആണ് ഓൺ സബ്സെറ്റ് a ഓഫ് r ക്യാപിറ്റൽ എയിൽ. ഇനി ക്യാപിറ്റൽ എയിൽ ഫംഗ്ഷൻ്റെ പ്രത്യേകത 0 > f(x) > g(x) ആണ്.
അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് വലുതാണ്. അപ്പോൾ ജി ഓഫ് എക്സിൻ്റെ ഇൻറ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ചെറുതിൻ്റെ ഇൻറ്റഗ്രലും എക്സിസ്റ്റ് ചെയ്യും. ഇനി ചെറുത് എഫ് ഓഫ് എക്സ് ആണ്, അതിൻ്റെ ഇൻറ്റഗ്രൽ ഡസ് നോട്ട് എക്സിസ്റ്റ്, അതായത് ഡൈവേർജൻ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വലുതിൻ്റെ ഇൻറ്റഗ്രലും ഡൈവേർജൻ്റ് ആയിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ടാണിത്. ഈ കാണുന്ന ക്വസ്റ്റ്യൻ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻറ്റഗ്രൽ 0 to ∞ e⁻x² dx എക്സിസ്റ്റ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. ഇത് കമ്പാരിസൺ ടെസ്റ്റിലൂടെയാണ് പ്രൂവ് ചെയ്യുക. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആദ്യം എഫ് ഓഫ് എക്സ് = e⁻x², 0 ≤ x നമ്മൾ കൊടുത്തു. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഡിഫൈൻ ജി ഓഫ് എക്സ് = e⁻x² ഫോർ 0 ≤ x ≤ 1 ആണ്. അവിടെ ഇൻഫിനിറ്റി അല്ല, അതൊരു തെറ്റാണ്. ജി ഓഫ് എക്സ് = e⁻x², 0 ≤ x ≤ 1 ആൻഡ് e⁻x with 1 <x > ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യത്തെ കേസിൽ എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും സെയിം ആണ്. അതായത് 0 ≤ x ≤ 1 എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും സെയിം ആണ്. സെയിം എന്ന് പറഞ്ഞാൽ ≤ എന്ന് പറയാം, ഇക്വേഷൻ 1. ഇനി നമുക്കറിയാം 1നേക്കാൾ കൂടിയ ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആ നമ്പറിനേക്കാൾ എപ്പോഴും വലുതായിരിക്കും. അതായത് x must be <x² for every 1 <x > ടേക്കിംഗ് ദ റെസിപ്രോക്കൽ, അല്ലെങ്കിൽ -1 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ ഇൻഇക്വാളിറ്റി വിൽ റിവേഴ്സ്. അപ്പോൾ -x² - x എന്ന് കിട്ടും ഫോർ 1 <x > ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ മോണോട്ടോൺ ഇൻക്രീസിംഗ് ആണ്. അപ്പോൾ e⁻x² e⁻x ഫോർ 1 <x > ഓക്കെ, അപ്പോൾ e⁻x² എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണ്. 1 <x > ജി ഓഫ് എക്സിൻ്റെ വിലയാണ് e⁻x. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ഫോർ 1 <x > അതിനർത്ഥം ഈ രണ്ട് കേസിലും എഫ് ഓഫ് എക്സിൻ്റെ വില ജി ഓഫ് എക്സിനൊക്കെ കുറവാണ്. അപ്പോൾ ഇവിടെ ജി ഓഫ് എക്സ് ആണ് വലിയ ഫംഗ്ഷൻ എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി വലുതിൻ്റെ ഇൻറ്റഗ്രൽ കൺവേർജൻ്റ് ആണെങ്കിൽ നമുക്കറിയാം ചെറുതിൻ്റെ ഇൻറ്റഗ്രലും കൺവേർജൻ്റ് ആണ്. അതിന് 0 to ∞ ജി ഓഫ് എക്സ് ഡി ഓഫ് എക്സ് എടുത്തു. 0 to ∞ ഞാൻ രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുകയാണ്. 0 to 1 ജി ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് 1 to ∞ ജി ഓഫ് എക്സ് ഡി എക്സ്. ദാറ്റ് ഈസ് ഇൻറ്റഗ്രൽ 0 to 1 e⁻x² dx പ്ലസ് ഇൻറ്റഗ്രൽ 1 to ∞ e⁻x dx. പ്രത്യേകം ഒരു ആലോചിക്കുക, e⁻x² കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ക്ലോസ് ഇൻറ്റർവൽ 0 1 റീമാൻ ഇൻറ്റഗ്രബിലിറ്റി ഉണ്ടെന്ന് നമുക്കറിയാം, കണ്ടിന്യൂസ് ഫംഗ്ഷന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇൻറ്റഗ്രൽ 0 to 1 e⁻x² റീമാൻ ഇൻറ്റഗ്രൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യും. ഇറ്റ് മസ്റ്റ് ബി എ ഫൈനൈറ്റ് വാല്യൂ. ഓക്കെ, അപ്പോൾ അടുത്ത കേസ് മാത്രം നോക്കിയാൽ അത് 1 to ∞ e⁻x dx എന്ന് പറയുന്നത്. അതിന് നമ്മൾ ലിമിറ്റ് സാധാരണ ലിമിറ്റിൻ്റെ മെത്തേഡ്, ഇത് കോഷി പ്രിൻസിപ്പൽ വാല്യൂ അല്ല, പ്രത്യേകം ഓർക്കുക. അപ്പോൾ ലിമിറ്റ് b → ∞ ഇൻറ്റഗ്രൽ 1 to b e⁻x dx. e⁻xൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് e⁻x ഡിവൈഡഡ് ബൈ -1 ആണ്. വിത്ത് എൻ ലിമിറ്റ് 1 to b കൊടുക്കും. ആ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ e⁻b ഡിവൈഡ് ബൈ -1 മൈനസ് e⁻1 ഡിവൈഡ് ബൈ -1. അപ്പോൾ മൈനസും പ്ലസ് ആയി മാറും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 1/e മൈനസ് e⁻b എന്ന് കിട്ടും. ഓക്കെ, ലിമിറ്റ് b → ∞ ഉണ്ട്. ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ e⁻∞യുടെ വില 0 ആണ്. അപ്പോൾ മൈനസിന് ശേഷമുള്ള വാല്യൂ 0 ആയിപ്പോയി. അപ്പോൾ 1/e - 0 ദാറ്റ് ഈസ് 1/e. അപ്പോൾ ഒരു ഫൈനൈറ്റ് നമ്പർ പ്ലസ് 1/e എന്ന് പറഞ്ഞാൽ 1/2.78 സംതിങ് ആണ്. ദാറ്റ്സ് ആൾസോ എ ഫൈനൈറ്റ് ക്വാണ്ടിറ്റി. അങ്ങനെയാണെങ്കിൽ ഫൈനൈറ്റ് പ്ലസ് ഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് ആയിരിക്കും. അപ്പോൾ ഇൻറ്റഗ്രൽ 0 to ∞ ജി ഓഫ് എക്സ് കൺവേർജൻ്റ് ആണ്. കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം വലുതിൻ്റെ സീരീസ് അല്ലെങ്കിൽ വലുതിൻ്റെ ഇൻറ്റഗ്രൽ കൺവേർജൻ്റ് ആണെങ്കിൽ ചെറുതിൻ്റെ ഇൻറ്റഗ്രലും കൺവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രൽ 0 to ∞ എഫ് ഓഫ് എക്സ് ഡി എക്സ് എക്സിസ്റ്റ് ചെയ്യും, കൺവേർജൻ്റ് ആണെന്ന് കിട്ടും. അപ്പോൾ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ്. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രൽ 0 to ∞ നമുക്ക് ഇത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ഇൻറ്റഗ്രൽ -∞ e⁻x² dx എക്സിസ്റ്റ് ചെയ്യണമെന്ന് പറയണം. അപ്പോൾ എഫ് ഓഫ് എക്സ് = e⁻x² ഒരു ഈവൺ ഫംഗ്ഷനാണ്. അതായത് അതിൻ്റെ കർവ് വൈ ആക്സിസിൻ്റെ രണ്ട് സൈഡിലും ഒരേപോലെ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ 0 to ∞ എന്ത് കിട്ടുന്നോ അതേ അവസ്ഥ തന്നെയായിരിക്കും -∞ to 0 വരെയുള്ള ഏരിയയും. അപ്പോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ അർത്ഥം. അപ്പോൾ ഇൻറ്റഗ്രൽ -∞ വേണമെങ്കിൽ എനിക്ക് രണ്ടായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ ഈവൺ ഫംഗ്ഷൻ ആയതുകൊണ്ട് രണ്ടും ഒരേ വാല്യൂ ആയതുകൊണ്ട് 0 to ∞ കേസിനെ 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. സോ 2 times ഇൻറ്റഗ്രൽ 0 to ∞ e⁻x² dx എന്ന് കിട്ടും. അപ്പോൾ 2 ഇൻറ്റു തൊട്ട് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്യേണ്ട ഇൻറ്റഗ്രൽ 0 to ∞ e⁻x² dx ഈസ് ഫൈനൈറ്റ് അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ 2 ഇൻറ്റു എ ഫൈനൈറ്റ് വാല്യൂ ആക്കിയതിനെ ഫൈനൈറ്റ് വാല്യൂ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇൻറ്റഗ്രൽ -∞ e⁻x² dx എക്സിസ്റ്റ് ചെയ്യും. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടോ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിട്ടോ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അടുത്ത പ്രൂവ് ദാറ്റ് ഇൻറ്റഗ്രൽ 2 to ∞ 1/log x dx is equal to ∞. ലോഗിൻ്റെ കർവ് വളരെ വലുതാണ്. അതിൽ വരുന്ന ഏരിയ ലാർജ് ഏരിയ ആയിരിക്കും ഡൈവേർജൻ്റ് എന്ന് കിട്ടേണ്ടത്. ഇവിടെ കമ്പാരിസൺ ടെസ്റ്റ് ഉപയോഗിക്കുന്നത് വി ഹാവ് log x must be less than x. അപ്പോൾ log e പറഞ്ഞാൽ 1 ആണ്. ഇയുടെ വാല്യൂ 2.7 ആണ്. അപ്പോൾ 1 must be less than 2.7 for 2 less than or equal to x less than ∞. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1/log x റെസിപ്രോക്കൽ എടുക്കുമ്പോൾ റിവേഴ്സ് ആവും. ഓക്കെ,
അപ്പോൾ 0 ലെസ് ആർ ഈക്വൾ ടു 1/x ലെസ് ദാൻ 1/log x. ഈ 1/log xനെ നിങ്ങൾ g(x) എന്നും 1/xനെ f(x) എന്നും കൊടുത്തു വിചാരിക്കുക. ഇനി f(x)ൻ്റെ ഇൻ്റഗ്രൽ ഡൈവേർജൻ്റ് ആണെങ്കിൽ 1/log xൻ്റെയും ഡൈവേർജൻ്റ് ആയിരിക്കും കമ്പാരിസൺ ടെസ്റ്റ് പ്രകാരം. അപ്പോൾ ഇൻ്റഗ്രൽ 2 to infinity 1/x dx is equal to ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇൻഫിനിറ്റി കിട്ടും, ഡയറക്റ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് f(x)ൻ്റെ ഇൻ്റഗ്രൽ എക്സിസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഡൈവേർജൻ്റ് ആണെങ്കിൽ വലിയ ഫംഗ്ഷൻ്റെ കേസിലും ഡൈവേർജൻ്റ് ആയിരിക്കും. അത് കമ്പാരിസൺ ടെസ്റ്റ് വെച്ചാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇൻ്റഗ്രൽ ടെസ്റ്റാണ്. ഇൻ്റഗ്രൽ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്ട്രിക്ട്ലി ഡിക്രീസിങ്ങും പോസിറ്റീവും ആണ് ഒരു ഇൻ്റർവെൽ എന്ന് വിചാരിക്കുക, k to infinity എന്ന് പറയുന്ന ഒരു ഇൻ്റർവെൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ k to infinity f(x) dx എന്ന് പറയുന്നതിൻ്റെ കൺവേർജൻസും അതുപോലെ തന്നെ സിഗ്മ k = 1 to infinity an, ഇവിടെ an എന്ന് പറഞ്ഞാൽ f(n) ആണ്, നാച്ചുറൽ നമ്പറിന് വാല്യൂ കൊടുക്കുമ്പോൾ സീരീസ്. അപ്പോൾ ഒരു സീരീസിൻ്റെ കൺവേർജൻസിനെയും ഇൻ്റഗ്രലിൻ്റെ കൺവേർജൻസിനെയും കമ്പയർ ചെയ്യുകയാണ്. അതായത് ഇൻ്റഗ്രൽ k to infinity f(x) dx കൺവേർജ് ചെയ്യും എപ്പോഴും സിഗ്മ an കൺവേർജൻ്റ് ആണെങ്കിൽ. ഇനി സിഗ്മ an ഡൈവേർജൻ്റ് ആണെങ്കിൽ ഇൻ്റഗ്രൽ k to infinity f(x) dx ഡൈവേർജൻ്റ് ആയിരിക്കും. ഓക്കെ, ഇതിന് ഏറ്റവും നല്ല എളുപ്പത്തിലുള്ളതാണ് സാറ് തുടക്കത്തെ ക്ലാസ്സിൽ പറഞ്ഞ ഇൻ്റഗ്രൽ 1 to infinity 1/x² dx കൺവേർജൻ്റ് ആവാനുള്ള കാരണം സിഗ്മ 1/n² കൺവേർജൻ്റ് ആണ്. അത്രയേ ഉള്ളൂ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇവിടെ f(x) = 1/x² ആണ്. അപ്പോൾ f(n) = 1/n² ആയിരിക്കും. സിഗ്മ 1/n² കൺവേർജൻ്റ് ആയ പി സീരീസ് ടെസ്റ്റ് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ f(x) = 1/x² കൊടുത്തു, f(n) = 1/n² കൊടുക്കുക 1 to infinity സിഗ്മ an. അപ്പോൾ ഇവിടെ ഇത് വർക്ക് ആവണമെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. f(x) എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കണം, ഡിക്രീസിങ് ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ 1/n എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം സീക്വൻസ് ഡിക്രീസ് ചെയ്യണമെന്നറിയാം. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റഗ്രൽ 1 to infinity 1/x² dx കൺവേർജൻ്റ് ആയിരിക്കും. ഇനി ഇൻ്റഗ്രൽ 1 to infinity 1/x dx ഡൈവേർജൻ്റ് ആയിരിക്കും, കാരണം 1/x എന്ന് പറയുന്നത് x⁻1 ആണ്, പവർ 1 ആണ് സീരീസ് വെച്ച്. അതുപോലെ 1/√x കൊടുത്താലും x⁻1/2 ആണ്, പവർ 1/2 ആണ്. അപ്പോഴും എന്ത് കിട്ടും? ഡൈവേർജൻ്റ് കിട്ടും. ആ ക്വസ്റ്റ്യൻ അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് അബ്സല്യൂട്ട്ലി കൺവേർജൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്.